എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്ത്യയുടെ ഈ പരിശുദ്ധ ഇസ്ലാമിന്റെ മനോഹാരിത എന്ന് പറയുന്നത് ഇന്ത്യയുടെ മഹത്തായ ഭരണഘടനയിൽ ഭരണഘടനയുടെ ഏത് അനുച്ഛേദം, ഏത് വകുപ്പ്, ഏതെടുത്ത് പരിശോധിച്ചാലും ഇസ്ലാം അനുസരിച്ച് ജീവിക്കുന്ന ഒരാൾ രാജ്യദ്രോഹിയാകില്ല. മുസ്ലിമായ ഒരാളുടെ ഇബാദത്തിൽ ഏതോ ആവട്ടെ, 5 നേരം പള്ളിയിൽ നിസ്കരിക്കണം. മതപരമായി നമ്മളെ ഇത് നമ്മുടെ ദീൻ പഠിപ്പിച്ചതാ, ഇസ്ലാം നമ്മെ പഠിപ്പിച്ചതാ. നിങ്ങൾ അല്ലെങ്കിൽ പറഞ്ഞു തന്നാൽ മതി ഏത് കാര്യത്തിലാണ് നമ്മുടെ ഭരണഘടനയുമായി എതിരാകുന്നത് എന്ന് നിങ്ങൾ പറയും. ധൈര്യമായിട്ട് പറഞ്ഞോളൂ. നമ്മുടെ നാട്ടിലെ പറഞ്ഞോളി, ഇൻഷാ അല്ലാഹ് എനിക്ക് നമുക്ക് പഠിക്കാനും അവസരമായി, നമുക്ക് തിരുത്താനും അവസരമായി. നിസ്കരിക്കാൻ പള്ളിയിൽ പോകുന്നതിന് ഇന്ത്യൻ ഭരണഘടന വിലക്കുണ്ടോ? ഇല്ല. പരിശുദ്ധം റമളാനിലെ 30 ദിവസം നോമ്പ് പിടിക്കുന്നതിന് ഇന്ത്യൻ ഭരണഘടന എതിരാവുന്നുണ്ടോ? ഇല്ല. ഇവിടെ ബലിയിറക്കുന്നതിന്, ഇവിടെ പോത്തിനെ ഇറക്കുന്നത്, സാക്ഷാൽ പോത്തിനെ അല്ലെങ്കിൽ കാളയെ ഇറക്കുന്നതിന്, ഇവിടെ ആടിനെ ഇറക്കുന്നതിന് ഇവിടെ എവിടെയെങ്കിലും ഇന്ത്യൻ ഭരണഘടന എതിരാകുന്നോ? ഇല്ല. ഇവിടെ ഹിജാബ് ഇടുന്നതിന്, ഇവിടെ നല്ല ഹലാലായ ഭക്ഷണം കഴിക്കുന്നതിന് എവിടെയെങ്കിലും ഇന്ത്യൻ ഭരണഘടന എതിരാകുന്നോ? ഇല്ല. എന്നാ ഈ വിഷയത്തിലൊക്കെ ഇപ്പൊ എതിരാകുന്നില്ല. അതാരാ? ഇന്ത്യയുമായിട്ട് പുലബന്ധമില്ലാത്ത, ഇന്ത്യയുമായി യാതൊരു ബന്ധമില്ലാത്ത വർഗീയ കോമരങ്ങൾ കൊരച്ചു എന്ന് പറഞ്ഞിട്ട് അതിനെ ഇന്ത്യൻ ഭരണഘടനയുമായിട്ട് അവർക്ക് എന്ത് ബന്ധമുള്ളത്? എന്ത് ബന്ധമാ അവർക്കുള്ളത്? അവർക്ക് വല്ല ബന്ധമുണ്ടോ? ഇന്ത്യൻ ഇസ്ലാമായ മുസ്ലിമായ ഒരാൾ ഇസ്ലാമിക വിശ്വാസം അനുസരിച്ച് എങ്ങനെയൊക്കെ ജീവിച്ചാലും മഹത്തായ ബഹുമാനപ്പെട്ട നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയുടെ ഒരനുച്ഛേദങ്ങളിലോടും നമുക്കെതിരാകുന്നില്ല. എങ്ങനെയൊക്കെയാണോ ജീവിച്ചോ മുസ്ലിമായിട്ട്, കറകളഞ്ഞ ഒരു മുസ്ലിമായിട്ട് നീ ജീവിച്ചോ. കള്ളു കുടിക്കൂല, പന്നിറച്ചി തിന്നൂല, പോത്തിറച്ചി തിന്നും, ആടിറച്ചി തിന്നും, ആര് പറഞ്ഞാലും തിന്നും. ഈ ഒരു നിലപാടെടുത്തു എന്ന് പറഞ്ഞതിന്റെ പേരിൽ ഇന്ത്യൻ ഭരണഘടനയോട് എന്തെങ്കിലും എതിരാകുന്നുണ്ടോ? ഇല്ല. പിന്നെ എതിരാകുന്ന ആരാ? നമ്മൾ നോക്കേണ്ട കാര്യമില്ലല്ലോ. അത് ഇന്ത്യയുമായി ഒരു ബന്ധമില്ലാത്ത ആളുകൾ എന്തെങ്കിലും പറയുന്നു വെച്ചിട്ട് ഒന്നുകിൽ അല്ലാഹു ഹിദായത്ത് കൊടുക്കട്ടെ, അല്ലെങ്കിൽ അവരുടെ ഉപദ്രവത്തിൽ നിന്ന് രക്ഷപ്പെടുത്തട്ടെ, അള്ളാഹു അല്ലെങ്കിൽ മൂടോ നശിപ്പിക്കട്ടെ. ഇതെല്ലാം നമുക്ക് എന്ത് ദ്വാരക്കാൻ? നമുക്കൊന്നുമില്ല ദ്വാരക്കാൻ. നമ്മൾ അത് ചെവിക്കൊള്ളടാ. നമ്മൾ വലത് കയ്യിൽ പരിശുദ്ധ ഖുർആനും ഇടത് കയ്യിൽ നമ്മൾ വെക്കുന്നത് ഇന്ത്യൻ ഭരണഘടന. ഇന്ത്യ മഹാരാജ്യത്ത് നമ്മൾ താമസിക്കുന്നു. ഒരു ദിവസത്തെ വാഴനുണ്ട് ഈ ദുർബലനായ, ബുദ്ധി കുറഞ്ഞ ഉസ്താദുമാർ എഴുതി തരുന്ന കാര്യങ്ങൾ പ്രസംഗിക്കുന്ന എനിക്ക് തന്നെ ഇന്ത്യയും ഇസ്ലാമും എന്ന വിഷയത്തെ പറ്റി 2 മണിക്കൂർ പ്രസംഗിക്കാൻ എന്റെ കയ്യിലുണ്ട്. പ്രഭാഷകരിൽ ഏറ്റവും വിവരം കുറഞ്ഞവൻ ഞാനാണ്. എന്റെ കയ്യിലെത്തിയുണ്ടെങ്കിൽ നല്ലൊരു പ്രഭാഷകന്റെ എന്തുണ്ടാവും? ഒരു മുസ്ലിമിന് ഇന്ത്യയുടെ പാരമ്പര്യം പറയാനേ 2 മണിക്കൂർ പറയാൻ കഴിയും. ആദ്യമായി അല്ലാഹു അക്ബർ എന്ന് കേട്ടത് സൗദി അറേബ്യ അല്ല, ഖത്തറിലല്ല, ബഹ്റൈനിലല്ല, ഷാർജയിലല്ല, റാസൽ ഖൈമയിലല്ല. എവിടെയാണ്? ഇന്ത്യയിൽ, സിലോണിൽ. അന്ന് ഇന്ത്യയുടെ ഭാഗമാണ്, ഇന്ന് ശ്രീലങ്കയുടെ ഭാഗമാണ്. ആദം നബി അലൈഹിസ്സലാം ഈ ആദം മലയിൽ കാലുന്നി, അന്ന് ഇന്ത്യയുടെ ഭാഗമാണത്. അപ്പൊ ആദ്യമായി ഇവിടെ നിന്ന് ബാങ്ക് മുഴക്കി ജിബ്രീൽ അലൈഹിസ്സലാം ആദം നബിയുടെ ടെൻഷൻ മാറ്റി കൊടുക്കാൻ. ചരിത്രത്തിലെ ഗ്രന്ഥങ്ങൾ നമ്മുടെ കയ്യിലുണ്ടല്ലോ. അപ്പോ ആദ്യമായി തൗഹീദിന്റെ സന്ദേശം കേട്ടത് ഇവിടെയാണ്. ഹജറുൽ അസ്വദ് എന്ന് പറയുന്ന സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന ഈ ദുനിയാവിലുള്ള ഒരേ ഒരു സ്വർഗത്തിന്റെ ഭാഗം ഹജറുൽ അസ്വദ് ആണല്ലോ. ഇപ്പൊ 5-6 പൊട്ടിയ കഷ്ണങ്ങളായിരിക്കുന്ന ഹജറുൽ അസ്വദ്, അതിനൊക്കെ പിന്നിൽ വേറെ ചരിത്രങ്ങളുണ്ട്. അപ്പൊ ഈ കല്ല് ആദ്യമായി കൊണ്ടുവന്ന എവിടെയാണ്? ആദം നബി അലൈഹിസ്സലാം ഇറങ്ങിയപ്പോ ആദം നബിയുടെ കയ്യിൽ കൊടുത്തു. ആദം നബി കൊണ്ടുവന്നു. ഹജറുൽ അസ്വദ് ആദ്യമായി കൊണ്ടുവന്നു ഇന്ത്യയില. പിന്നെയാണ് അങ്ങ് പോയത്. തീരുന്നോ? 4 മൂലകളുള്ള പരിശുദ്ധമായ കഅബ, റുക്നുൽ യമാൻ, റുക്നുൽ ശാമി, റുക്നുൽ ഇറാഖ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു മൂല ഉണ്ട്, റുക്നുൽ ഹജർ. ഇറാഖികൾ ഇറാഖിന്റെ ഭാഗത്തുള്ളവർ റുക്നുൽ ഇറാഖിലേക്കും, ഷാമിന്റെ ഭാഗത്തുള്ളവർ റുക്നുൽ ഷാമിലേക്കും, യമനിന്റെ ഭാഗത്തുള്ളവർ റുക്നുൽ യമാനിലേക്കും തിരിഞ്ഞ് നിസ്കരിക്കുമ്പോ ഈ പരിശുദ്ധമായ ഹജറുൽ അസ്വദിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കുന്നത് റുക്നുൽ ഹിന്ദി. ഇന്ത്യയുടെ റുക്ൻ എന്ന് പറയുന്നത് റുക്നുൽ ഹജർ, ഹജർ അസ്വദ് ഇരിക്കുന്ന ഭാഗമാണ്. ആ ഒരു ഭാഗ്യം നമുക്കല്ലേ ഉള്ളത്. നമ്മൾ ഇവിടെ നിന്ന് പരിശുദ്ധ കഅബയിലേക്ക് തിരിയുമ്പോൾ നമ്മൾ നേരെ തിരിയുന്നത് 4 മൂലകളുള്ള കഅബ ശരീഫിന്റെ ഹജറുൽ അസ്വദ് ഇരിക്കുന്ന മൂലയിലേക്കാണ് നമ്മൾ തിരിയുന്നത്. അതുകൊണ്ട് പാരമ്പര്യം പറയാൻ വന്നാൽ 1400 വർഷമേ നമ്മുടെ ഇസ്ലാമിന്റെ പാരമ്പര്യമുള്ളൂ എന്ന് പറയുന്ന ബുദ്ധിശൂന്യരുടെ മുമ്പിൽ അല്ലടോ മനുഷ്യൽപ്പത്തിയോളം ഇന്ത്യ രാജ്യത്തിന് ഇസ്ലാമിന്റെ പാരമ്പര്യം ഉണ്ടടാ എന്ന് തന്റെ അടുത്തോടെ പറയാൻ നമ്മുടെ കയ്യിൽ സാധനങ്ങളുണ്ട്, തെളിവുണ്ട്. അറബി ഗ്രന്ഥങ്ങളായതുകൊണ്ട് അവർക്ക് കൈയടത്താൻ പറ്റിയിട്ടില്ല. അറബി അറിയില്ല, അള്ളാഹു കാത്തു.
അല്ലാത്തതാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ത്യയുടെ ഭരണഘടനയോട് ഒന്നും എതിരാകുന്നില്ല. അതുകൊണ്ട് എന്റെ മുസ്ലിം ഉമ്മമാരോട് പറയാനുള്ളത്, ഞാൻ മതബോധം അനുസരിച്ച് ജീവിക്കും ഇൻഷാ അല്ലാഹ്. അത് എന്റെ മഹത്തായ ഇന്ത്യയുടെ പാരമ്പര്യത്തിന് ഒരിക്കലും എതിരാകുന്നില്ല. എത്ര സുന്ദരമാണ് നമ്മുടെ ഇന്ത്യ, എത്ര മനോഹരമാണ് നമ്മുടെ ഇന്ത്യ. നമ്മളിവിടെ നിന്നൊരു പിടി മണ്ണെടുക്കാൻ പാകിസ്ഥാനികളെ അനുവദിക്കുവോ? പച്ചയാളെ നമ്മൾ അനുവദിക്കുവോ ഒരു പിടി മണ്ണെടുത്തോണ്ട് പോവാൻ? ഇല്ല. എന്റെ സഹോദരങ്ങളെ, നമ്മുടെ മഹത്തായ ഈ ഇന്ത്യ മഹാരാജ്യം എന്ന സന്തോഷത്തിന്റെ, ആനന്ദത്തിന്റെ, മനോഹാരിതയുടെ ഈ മനോഹരമായ മഴവിൽ മനോഹാരിത നിറഞ്ഞ നമ്മുടെ ഈ രാജ്യത്തിന്റെ നിയമം നമ്മളെ ഇസ്ലാമിക ജീവിത രീതിയിൽ ഒരിക്കലും എതിരാകുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു മുസ്ലിമാണ് ഞാൻ, ഒരു ഇന്ത്യക്കാരനാണ് ഞാൻ എന്ന് പറയാൻ അഭിമാനിക്കാം നമുക്ക്. അത് ഇസ്ലാമിന്റെ മനോഹാരിതയാണ്. അതുകൊണ്ട് എന്റെ ഉമ്മമാരോട് പറയാനുള്ളത്, പെൺമക്കളോട്, ഇടീ രാജ്യത്തിന്റെ നീ ചില ഉമ്മമാര് പറയുന്ന അങ്ങനെ, ഇപ്പൊ ഈ അടുത്ത സമയത്ത് ഒരു ഉമ്മ പറഞ്ഞാൾ പള്ളിയിലൊന്നും പറഞ്ഞെന്താണെന്നറിയോ? ഉമ്മ പറഞ്ഞു കൊടുക്ക മകന്റെ മകളോട്, അതായത് അന്ന് പറഞ്ഞ ആളിന്റെ മോളോട് ഉമ്മ പറഞ്ഞു കൊടുക്കാതെ, മോളെ നീ ഒരു കാര്യം ചെയ്യും, നമ്മുടെ അള്ളാഹ് കാര്യങ്ങളൊക്കെ അറിയല്ലോ, അതുകൊണ്ട് നീ ഇനി ഇതൊന്നും ഇട്ടോണ്ട് പോണ്ട, നമ്മുടെ രാജ്യത്തിന്റെ നിയമം അനുസരിച്ച് മോളെ ജീവിക്കും. എത്ര വിഡ്ഢിത്തരമായി പറയുന്നത്, എത്ര വിഡ്ഢിത്തരമായി പറയുന്നത്. ഇന്ത്യയുടെ നിയമത്തിൽ എവിടെയെങ്കിലും ഹിജാബ് ധരിക്കേണ്ടതുണ്ടോ? ഉണ്ടോ? ഒരു മുസ്ലിം ഇത് ആരെങ്കിലും ഒക്കെ എവിടെയെങ്കിലും കിടന്ന് പറയുന്നത് കേട്ടിട്ട് നമ്മൾ എന്താണ് ആ വിഷയത്തിൽ മറുപടി കൊടുക്കാൻ നിൽക്കുന്നത്? അതിന്റെ ആവശ്യമില്ല, അതിന്റെ ആവശ്യമില്ല. ഞാൻ പറയുന്നത്, വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു തആല സൂറത്തുൻ നൂറിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. നമ്മൾ 18, 20, 22 വയസ്സായ പെൺമക്കളെ ഹിജാബ് ഇല്ലാതെ, അല്ലെങ്കിൽ നമ്മൾ അവരെ തലയിൽ തുണിയില്ലാതെ പുറത്തേക്ക് ഇറക്കി വിടുമ്പോൾ എന്താ സംഭവിക്കുന്നത് എന്ന് ചോദിച്ചാൽ നമ്മൾ പറയുന്നു, അങ്ങ് ഇറക്കി വിട്ടു എന്നതിന്റെ പേരിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടാകുമോ? ഇല്ല. എന്നാൽ നിന്റെ 18, 20 വയസ്സായ പെൺകുട്ടിയോട്, മകളോടുമല്ല ഖുർആൻ പറയുന്നത്. നിന്റെ വീട്ടിൽ നിന്റെ ഉമ്മയുടെ ഉമ്മയുണ്ടോ? 95 വയസ്സായ ആ ഉമ്മ വറ്റി വരണ്ട വയലേകൾ പോലെ ശരീരത്തിന്റെ തുല്യക ചുക്കിച്ചുളുങ്ങിയ നിന്റെ ഉമ്മമ്മയുണ്ടല്ലോ, നിന്റെ ഉമ്മാടമ്മ ഉണ്ടല്ലോ, നിന്റെ വാപ്പാടമ്മ ഉണ്ടല്ലോ, ആ ശരീരം ചുക്കിച്ചുളുങ്ങിയിട്ട് വീട്ടിൽ ഒരേ ഇരിപ്പിരിക്കുന്ന, കാല് രണ്ടും തൈലം തേച്ചു പിടിപ്പിച്ചിട്ട് ഇങ്ങനെ വീട്ടിൽ തന്നെ ഇരിക്കുന്ന നിന്റെ പ്രിയപ്പെട്ട മുത്തശ്ശി ഉണ്ടല്ലോ, ആ മുത്തശ്ശി എങ്ങനെയാണ് വീട്ടിനകത്ത് ഇരിക്കേണ്ടതെന്ന് ഖുർആനിന്റെ നിലപാടാണ്. 18 വയസ്സായി ക്യാമ്പസുകളിലേക്ക് പഠിക്കാൻ പോകുന്ന പെൺകുട്ടിയെ പറ്റിയുള്ള ഖുർആൻ പറഞ്ഞത്. മറിച്ച് നിന്റെ വീടിന്റെ പ്രത്യേകമായ മുറിക്കുള്ളിൽ ഒരു കസേരയിൽ ഇരുന്നിട്ട് മുന്നിലെ കസേരയിൽ കാലിനിട്ട് വെച്ച് ശരീരത്തിന്റെ മുട്ടിലേക്ക് തൈലമൊഴിച്ച് തൈലം തടവി പിടിപ്പിച്ച് ആ തൈലത്തിന്റെ പച്ചപ്പിലിരിക്കുന്ന മുത്തശ്ശിയായ, പ്രായം ചെന്ന പല്ലുകൾ കൊഴിഞ്ഞുപോയ, ചുക്കിച്ചുളി 95, 100, 105 വയസ്സുള്ള നിന്റെ മുത്തശ്ശിയുണ്ടല്ലോ, ആ മുത്തശ്ശിയെ പറ്റി ഖുർആൻ പറഞ്ഞത് വൽ ഖവാഇദു മിൻ നിസാഇ എന്ന, പെണ്ണുങ്ങളിൽ നിന്ന് വീടുകളിൽ ഇരുത്തം വന്നുപോയ പെണ്ണുങ്ങളെന്ന എന്ന് പറഞ്ഞാൽ അവര് പുറത്തേക്ക് പോകുന്നില്ല, ഒരു കല്യാണം വന്ന പോകൂല, ഒരു മരണം വന്ന പോകൂല. ആ പ്രിയപ്പെട്ട ഉമ്മ എന്ന മുത്തശ്ശിയുണ്ടല്ലോ, ഖവാഇദു മിൻ നിസാ എന്ന് പറഞ്ഞ വീടിന്റെ അകത്തളങ്ങളിൽ ഇരുത്തം വന്നുപോയ ഉമ്മയുണ്ടല്ലോ, ആ ഉമ്മയ്ക്ക് വേറൊരു പ്രത്യേകതയുണ്ട്. അല്ലാദീലാ യർജൂന നികാഹാ. ആ ഉമ്മാമ്മക്ക്, ആ വാപ്പുമാക്ക്, മുത്തശ്ശിക്ക് ആരെങ്കിലും ഒരു ബ്രോക്കർ കല്യാണാലോചന കൊണ്ടുവരുവോ? അത് ചിന്തിക്കാൻ നമുക്ക് പറ്റുമോ? 105 വയസ്സായ നിന്റെ ഉമ്മാടെ ഉമ്മക്ക് ഞാനൊരു ആലോചന കൊണ്ടുവരുവാന്ന് ഏതെങ്കിലും ബ്രോക്കർ പറഞ്ഞാൽ അവൻ പിന്നെ 2 കാലിൽ നടക്കോ? ഇല്ല. അങ്ങനെ വൈവാഹിക ജീവിതത്തെ പറ്റി ചിന്ത പോലും ഇല്ലാത്ത, ആരും അതിനെപ്പറ്റി പറയാത്ത, എല്ലാ അർത്ഥത്തിലും എല്ലാ ജീവിതവും അവസാനിച്ചു എന്ന് പറഞ്ഞ വീടിന്റെ ഉള്ളിൽ കഴിഞ്ഞുകൂടും ആ പ്രിയപ്പെട്ട ഉമ്മയുണ്ടല്ലോ, അവരുടെ വസ്ത്രത്തിൽ നിന്ന് ഏതെങ്കിലും ചില ഭാഗങ്ങൾ വെളിവാക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. അവരുടെ വസ്ത്രങ്ങളിൽ, അവർ ധരിച്ചിരിക്കുന്ന വസ്ത്രങ്ങളിൽ നിന്ന് ചില ഭാഗങ്ങളെ അങ്ങോട്ട് അഴിച്ചു വെക്കുന്നതിൽ കുഴപ്പമില്ല. അവരുടെ തലയിൽ കിടക്കുന്ന തട്ടമാണോ, അല്ല ശരീരത്തിരിക്കുന്ന കുപായമാണോ, അതല്ല അവരിട്ടിരിക്കുന്ന കള്ളിമുണ്ടാണോ, അത് അഴിച്ചു മാറ്റുന്നതിന് പ്രശ്നമല്ല എന്ന് ഖുർആൻ പറഞ്ഞിട്ട് ഒരാശങ്ക വരാതിരിക്കാൻ, ഒരു സംശയം ഉണ്ടാകാതിരിക്കാൻ വ്യക്തമായി ഖുർആൻ പറഞ്ഞു. എന്താ പറഞ്ഞത്? ഗൈറ മുതബർരിജാത്തിൻ ബിസിനാ.
അവരുടെ അഴക് വെളിവാകാത്ത നിലയിൽ സുബ്ഹാനല്ലാഹ് 115 വയസ്സായ ഉമ്മയ്ക്കും തഴകാവുള്ളത്, 90 വയസ്സുള്ള ഉമ്മാമയ്ക്കും തഴകാവുള്ളത്, 98 വയസ്സുള്ള വാപ്പുമ്മാക്കും തഴകാവുള്ളത്. അവരുടെ ശരീരം പറ്റി വരേണ്ട വയലേലകൾ പോലെ ചുക്കി ചുളുങ്ങിയതല്ലേ, അവർക്ക് വൈവാഹിക ജീവിതം നിഷേധിക്കപ്പെട്ടതല്ലേ. ഈ നിലയിൽ കഴിയുന്ന ഖവായിദു മിനൻ നിസായ വീട്ടിൽ ഇരുത്തുമെന്ന് പോയ ഉമ്മാമയ്ക്കും കല്യാണം. എന്താണ് അവരെ പറ്റി പറയുക? ആ ഉമ്മാമയുടെ ശരീരത്തുള്ള വസ്ത്രമൊന്നും നീക്കുന്നതിന് പ്രശ്നമല്ല എന്ന് പറഞ്ഞിട്ട് അല്ലാഹു പറയുന്നു. ഏത് നിലയിലാണ്? അവരുടെ അഴക് വെളിവാകാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു 20 വയസ്സുള്ള ആളാണെന്ന് തോന്നിപ്പിക്കുമ്പോൾ, അല്ലെങ്കിൽ 20 വയസ്സുള്ള ആളാണെന്ന് സങ്കല്പിക്കുമ്പോൾ അവർ കാണിച്ചാൽ, അവര് പുറത്ത് കാണിച്ചാൽ എന്താണോ സൗന്ദര്യമുള്ളത് അത് ഈ ഉമ്മയ്ക്കും പുറത്ത് കാണിക്കാൻ പാടില്ല. 25 വയസ്സായ മുത്തശ്ശിയുടെ 25 വയസ്സുള്ള പേരക്കുട്ടി അവള് പുറത്തിറങ്ങുമ്പോൾ എവിടെയൊക്കെ കാണിക്കുന്നു, എന്നൊക്കെ പുറത്തു കാണുന്നു, അതൊക്കെ സൗന്ദര്യമായി എണ്ണപ്പെടുന്നത് എന്താണോ അത് ഈ ഉമ്മാമയും അടച്ചു വെക്കണമെന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ. എന്നിട്ട് ഒന്നുകൂടി പറയുന്നു, അവരെ ഇഫ്ഫത്തോടുകൂടി അഥവാ പാതിവൃത്തം സൂക്ഷിച്ചുകൊണ്ട് വീട്ടിന്റെ അകത്ത് തന്നെ കഴിയുന്നത് അവർക്ക് ഖൈറാണ്. നബിയെ പറഞ്ഞു കൊടുക്ക്. വല്ലാഹു സമീഉൻ അലീം. അല്ലാഹു പറയുന്നു, എല്ലാ കോടതിയിലും ചർച്ച ചെയ്യപ്പെടുന്നത്, എല്ലാ ക്യാമ്പസുകളിലും ചർച്ച ചെയ്യുന്നത് വല്ലാഹു സമീ. കർണാടക സ്റ്റേറ്റിലെ തീരദേശ പ്രദേശമായ ഉടുപ്പി ജില്ലയിലെ കോളേജിൽ, അല്ലെങ്കിൽ ദക്ഷിണ കന്നഡ ജില്ലയിലെ കോളേജിൽ, അല്ലെങ്കിൽ കുടക് ജില്ലയിലെ കോളേജിൽ, അല്ലെങ്കിൽ കേരള സംസ്ഥാനത്തെ കോഴിക്കോടിന്റെയും വയനാടിന്റെയും ബോർഡറായ, വയനാടിന്റെയും വയനാടിന്റെയും കോഴിക്കോടിന്റെയും ബോർഡറായ മാനന്തവാടിയിലെ ഏതെങ്കിലും ഒരു കോളേജിന്റെ ഉള്ളില് അവരുടെ സ്റ്റാഫ് റൂമിൽ ഇരുന്നു കൊണ്ട് അവിടുത്തെ കന്യകകളായ, അല്ലെങ്കിൽ കന്യകകളാണെന്ന് പറയുന്ന ആ ക്രിസ്ത്യാനികളായ സഹോദരിമാര് അവർ പറയുന്ന സംസാരം വല്ലാഹു സമീ, അത് അല്ലാഹു കേട്ടുകൊണ്ടിരിക്കുകയാണ്. അലീം. ഇനി എന്താണ് കേരളത്തിൽ നടക്കുന്നതെന്നും അല്ലാഹു അറിയുകയാണ്. അല്ലാഹു സമീആണ്, അലീമാണെന്ന് പറഞ്ഞാൽ 2 സിഫത്തുകൾ കൊണ്ട് അവനെ വിശേഷിപ്പിക്കുമ്പോൾ ലോകത്ത് ഇത് സംബന്ധിച്ച് എവിടെ ചർച്ചയുണ്ടോ ആ ചർച്ച മുഴുവനും അല്ലാഹു കേൾക്കുകയാണ്. അലീം. ചർച്ച ചെയ്യപ്പെടാതിരിക്കുന്ന എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടോ അതൊക്കെയും അല്ലാഹു അറിയുകയും ചെയ്യുന്നുണ്ട്. 95 വയസ്സായ ഉമ്മാമയും എങ്ങനെ ഇരിക്കണം? അവർ ഔറത്തൊക്കെ മറച്ച് പള്ളിയിലെ ഉസ്താദ് വരുന്ന പോലെ എങ്ങനെയാണ് ഇരിക്കുന്നത്? 95ഉം 90ഉം 100ഉം വയസ്സായ ഉമ്മാമ്മമാര് അവരും തലമുടിയൊക്കെ മറച്ച് മര്യാദക്ക് ഇങ്ങനെ വീട്ടിലിരിക്കണം. അതാണ് അവർക്ക് ഉത്തമം. അപ്പൊ 18 വയസ്സിന്റെ കാര്യം പറയണോ? അപ്പൊ സഹോദരിമാരെ, ഇസ്ലാം നിങ്ങളോട് പറഞ്ഞെന്താ? നിങ്ങളോടല്ല, 95 വയസ്സായ ഉമ്മ ഖവായിദു മിനൻ നിസാഇനോടും പറഞ്ഞത് വീട്ടിൽ വൃദ്ധർക്ക് എന്തെല്ലാം ആനുകൂല്യം ഇസ്ലാം കൊടുക്കുന്നുണ്ട്. വൃദ്ധക്ക് എന്തെല്ലാം ആനുകൂല്യം ഇസ്ലാം കൊടുക്കുന്നുണ്ട്. നോമ്പ് പിടിക്കണ്ട. വൃദ്ധരായ ഒരാളെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യ പ്രശ്നമുണ്ട്, ഗ്യാസിന്റെ പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ ഷുഗറിന്റെ പ്രശ്നമുണ്ട്, ഇല്ലെങ്കിൽ BP യുടെ പ്രശ്നമുണ്ട്, ഇല്ലെങ്കിൽ വിശപ്പിന്റെ അസുഖമുണ്ട്. അങ്ങനെയുള്ള അസുഖമുള്ള ആളുകളൊക്കെ ഉണ്ട്. വിശപ്പിന്റെ അസുഖമുള്ള ആളാണ്, ദാഹത്തിന് പ്രശ്നമുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള ആളുകളാണെങ്കിൽ വൃദ്ധക്കാണല്ലോ ഇങ്ങനെയുള്ള അസുഖം വരിക. നിങ്ങൾ എന്ത് ചെയ്യണ്ട? നോമ്പ് പിടിക്കണ്ട. പകരം ഒരു മുദ്ദരി കൊടുക്കണം. ഒരു നോമ്പിന് 1 മുദ്ദരി പാവങ്ങ കൊടുക്കണം. ഇസ്ലാം ഇതല്ലേ പറയുന്നത്? നിസ്കാരം അല്ലാഹ് എന്നെ കൊണ്ട് പറ്റില്ല, പണ്ടതുപോലെ ഒന്നും വളയുന്നില്ലല്ലോ, നൂരൊന്നുമില്ല, എന്താ ഒതുവെടുക്കാൻ പറ്റുന്നില്ല, എന്ത് ചെയ്യാം? അതിനും ഇസ്ലാം പഠിപ്പിച്ചു, അതിനുള്ള മാർഗങ്ങൾ തുറന്നു കൊടുത്തു. ഇത്രയും ആനുകൂല്യങ്ങൾ. നീ 90 വയസ്സായ ഉപ്പാപ്പ പള്ളിയിൽ ബാങ്കൊക്കെ ഒന്ന് പോകാൻ വലിയ ആഗ്രഹം, പക്ഷെ മുട്ടിന് സുഖമില്ല, സ്റ്റെപ്പ് കയറാൻ പറ്റുന്നില്ല. വേണ്ട, ആരോഗ്യമുള്ളവൻ പള്ളിയിൽ പോയോ? ആ പോയി. ഞാൻ ഇമാമിന്റെ വലതു ഭാഗത്തേനെ ഉണ്ടായിരുന്നു. ഓരോ ദിവസവും മുടങ്ങിയില്ലല്ലോ. ഇല്ല, അൽഹംദുലില്ലാ. നീ പോയതുപോലെ അള്ളാഹു നിന്റെ നന്മയുടെ പുസ്തകത്തിൽ എഴുതി പിടിപ്പിക്കും. നീ ജമാഅത്തിന് നിസ്കരിച്ചതായിട്ട് എഴുതി പിടിപ്പിക്കും, ഒരു സംശയമില്ല.
അപ്പൊ ഇത്രയും ആനുകൂല്യം വൃദ്ധർക്ക് അല്ല കൊടുക്കുമ്പോഴും അല്ല പറഞ്ഞെന്താണ് ഖവായിദു മിനൻ നിസാ എന്ന് പറഞ്ഞാൽ വീട്ടിലിരിക്കുന്ന ഇരുത്തം വന്ന ഉമ്മമ്മ, നിങ്ങള് മാനം മര്യാദയ്ക്ക് മറക്കേണ്ടതൊക്കെ മറച്ചിട്ട് ഇരിക്കണം. അവരെ കണ്ട ആർക്കാ വികാരം തോന്നുക? ആർക്കാ അവരെ കണ്ടാൽ എന്തെങ്കിലും വൈകാരികത തോന്നുക? ആർക്കും തോന്നൂല. പക്ഷെ എന്താ പറഞ്ഞത്? അതൊന്നും ഒരു പ്രശ്നമല്ല. എന്റെ ഇസ്ലാമിന്റെ അങ്ങനെ ഒരു ഉമ്മാമ 95 വയസ്സായ എന്റെ വാപ്പാടമ്മ വീട്ടിൽ ഞാൻ അങ്ങനെ പുറത്തിറക്കാതെ ഇരിക്കുന്നു എന്ന് വെച്ചിട്ട് ഇന്ത്യയുടെ നിയമത്തിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവോ? ഇല്ല. ഇതല്ലേ ഇസ്ലാം പറയുന്നുള്ളൂ. അപ്പൊ ഈ നിലയിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? ചിട്ടപ്പെടുത്തണം. എന്റെ അള്ള എന്തു പറഞ്ഞു, എന്റെ ഹബീബ് എന്തു പറഞ്ഞു, അതിനപ്പുറത്ത് വേറെ ഒരു ചിന്തയും എനിക്ക് വേണ്ട. അതെന്റെ ഇന്ത്യയുടെ പാരമ്പര്യമുള്ള ഈ ഭരണഘടനയോട് എതിരാകുന്നുമില്ല. അപ്പൊ എത്ര സുന്ദരമാണ് നമ്മുടെ മതം. അൽഹംദുലില്ലാ, അള്ളാഹു നമ്മളെ മുസ്ലിമാക്കിയത് ഏറ്റവും അഭിമാനിക്കും. അള്ളാഹു നമ്മളെ, ഒരു മനുഷ്യൻ പറയുന്ന ഏറ്റവും നല്ല വാക്ക് ഏതാണ്? ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരനാണ് എന്ന് ഞാൻ പറയുന്നതാണോ? ഞാനൊരു കോൺഗ്രസ്സുകാരനാണ്, ഞാനൊരു മുസ്ലിം ലീഗുകാരനാണ്, ഞാനൊരു പോപ്പുലർ ഫണ്ടുകാരനാണ്, ഞാനൊരു ദക്ഷിണക്കാരനാണ്, ഞാനൊരു സമസ്ത പ്രവർത്തകനാണ്, ഞാനൊരു AP കാരനാണ്, ഞാനൊരു മുജാഹിദുകാരനാണ്, ഞാനൊരു തബ്ലീഗുകാരനാണ്, ഞാനൊരു ജമാഅത്ത് ഇസ്ലാമിക്കാരനാണ്. ഇതൊക്കെ പറയുന്നതാണോ ഭൂമിയിലെ ഏറ്റവും നല്ല വാക്ക്? അല്ല. വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദഅ ഇലല്ലാഹി വഅമില സാലിഹൻ വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ. ഞാനൊരു മുസ്ലിമാനടാ എന്ന അഭിമാനത്തോടെ പറയുന്നതിനേക്കാൾ നല്ല വാക്ക് പറയുന്നവൻ ആരുണ്ടടാ എന്നാ ഖുർആൻ ചോദിക്കുന്ന അല്ലാഹു. അപ്പൊ ഏറ്റവും മനോഹരമായ വാക്ക് ഞാനൊരു മുസ്ലിമാണ് എന്ന് പറയലാണ്. എങ്ങനെ മരിക്കണം? ലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. നിങ്ങൾ മുസ്ലിമായിട്ടല്ലാതെ മരിക്കരുത്. അല്ലാഹ് തന്ന നിഅമത്തിൽ ഏറ്റവും വലുതേതാ? സുന്ദരിയായ ഭാര്യയല്ല, ഓടിക്കളിക്കുന്ന മക്കളല്ല, യാത്ര ചെയ്യുന്ന വാഹനമല്ല, കിടന്നുറങ്ങുന്ന വീടല്ല, നമ്മുടെ പള്ളിയല്ല, നമ്മുടെ സ്ഥാപനങ്ങളല്ല, നമ്മുടെ ബിസിനസ്സുകളല്ല, നമ്മുടെ സംവിധാനങ്ങളല്ല. ഏറ്റവും വലിയ നിഅമത്ത് നമ്മളെ മുസ്ലിമാക്കി. ആരും ചോദിച്ചില്ല. അള്ളാഹുടെ ആരെങ്കിലും ചോദിച്ചോ? നമ്മൾ ഒന്നും ചോദിക്കാതെ അള്ളാഹു മുസ്ലിമാക്കി. അൽഹംദുലില്ലാ, നമ്മൾ മുസ്ലിമായി. അപ്പൊ നമ്മൾ ഏറ്റവും വലിയ നിഅമത്ത് നമ്മളെ മുസ്ലിമാക്കിയത്. എങ്ങനെ മരിക്കണം? മുസ്ലിമായിട്ട് മരിക്കണം. ഏറ്റവും നല്ല വാക്കേത്? ഞാനൊരു മുസ്ലിമാണെന്ന് പറയുന്നതാണ്. അത് ഇന്ത്യയുടെ പാരമ്പര്യത്തിനോ എന്തെങ്കിലും കോട്ടമുണ്ടോ? ഒരു കോട്ടോ ഇല്ല. അപ്പൊ നമ്മൾ മുസ്ലിമും ഇന്ത്യക്കാരനുമായി ഇവിടെ ജീവിക്കണം. ഒരു കയ്യിൽ ഖുർആൻ, മറുകൈയിൽ ഭരണഘടന. അള്ളാഹു അതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എന്ത് പ്രതിസന്ധി വന്നാലും ഞാനൊരു മുസ്ലിമാണ്. ഉറക്കെ പറഞ്ഞോ. അള്ളാഹു ആ ഒരു നിലയിലേക്ക് നമ്മളെ കൊണ്ടെത്തിച്ചെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് ഒരു കാര്യം ഞാൻ പറയുകയാണ്. ഇവിടെ തുണി അഴിപ്പിക്കാൻ നാളെ കേരളത്തിൽ വരില്ല എന്ന് ആർക്കും പറയാൻ കഴിയില്ല. ഞാൻ ഒരാളെ കുറ്റപ്പെടുത്തുന്നല്ല. എന്റെ പ്രസംഗത്തിൽ അങ്ങനെ ആരെയും കുറ്റപ്പെടുത്തിയെന്ന് തോന്നുന്നെങ്കിൽ നിങ്ങൾ ക്ഷമ ചോദിക്കുകയാണ്. ഞാൻ അങ്ങനെ നിങ്ങൾ തെറ്റിദ്ധരിച്ചതാ, എന്റെ കുഴപ്പമില്ല. ആരെയും കുറ്റം പറയുന്നതല്ല. ഇവിടെ മാനന്തവാടി സ്കൂളിലെ ഒരു അധ്യാപിക പറയുന്നു, ഇവിടെ ഹിജാബ് ധരിച്ച് കയറ്റാൻ പറ്റില്ല. അവരിട്ടിരിക്കുന്നതോ സുന്ദരമായ ഹിജാബൊക്കെ ഇട്ട് പർദ്ദ പോലത്തെ അവരുടെ കന്യാസ്ത്രീകളുടെ വസ്ത്രം അണിഞ്ഞിട്ട് പറയാണ് ഇവിടെ കയറ്റാൻ പറ്റൂല. എന്താ പ്രശ്നം? നിങ്ങളുടെ തലേ കിടക്കുന്ന തുണിയാ. എന്താ ഈ ലോകം? ഒന്ന് ചിന്തിച്ചു നോക്കി സഹോദരങ്ങളെ, ഒന്ന് ചിന്തിച്ചു നോക്കിയേ. എന്താ ഇത് ഐഡന്റിറ്റി അല്ലേ? ഒരു മുസ്ലിം പെണ്ണിന്റെ ഐഡന്റിറ്റി അല്ലേ ഈ പറയുന്നത്? അത് ഞാൻ വരുന്നുണ്ട്, ഞാൻ പറയാം. അപ്പൊ ഇത് നമ്മളെ കൊണ്ട് അഴിപ്പിക്കുന്നത് ആരാണ്? അതും കൂടെ നമ്മൾ തിരിച്ചറിഞ്ഞിരിക്കണം. ഇതാരാണ് നമ്മളെ കൊണ്ട് അഴിപ്പിക്കുന്നത്? ഇത് ഖുർആൻ പറഞ്ഞതാണ്. ഇത് പിൽക്കാലത്തും ഈ ഖിയാമത്ത് നാൾ വരെ നിങ്ങളുടെ തലയിൽ കിടക്കുന്ന തുണി അഴിപ്പിക്കാൻ ആളുണ്ടാകുമെന്ന് ഖുർആനിൽ അല്ലാഹ് പറഞ്ഞു. അവരാരാണെന്നും പറഞ്ഞു. ആരാണ് തുണി അഴിപ്പിക്കുന്നത്? ഇവിടെ നമ്മുടെ ഗവർണർ പറഞ്ഞു, മനുഷ്യരെ അള്ളാഹു സൗന്ദര്യം കൊടുത്ത, ദൈവം കൊടുത്ത സൗന്ദര്യം കാണിക്കാനുള്ളതാണ്. പിന്നെ എന്തിനാ കോട്ടിടുന്നത്? എയർപോർട്ടിലൊക്കെ തുണിയില്ലാതെ അങ്ങ് പോയാൽ പോരെ? ആൾക്കാരെല്ലാം കണ്ടോട്ടെ സൗന്ദര്യം. എന്താ ഈ പറയുന്നത്? ഒന്നും മനസ്സിലാകുന്നില്ല നമുക്ക്. ഇത് നമ്മൾ സ്വപ്നമാണോ കാണുന്നതെന്ന് പോലും നമുക്ക്. മനുഷ്യന് ശരീരം കൊടുത്ത, സൗന്ദര്യം കൊടുത്തത് എല്ലാവരെയും കാണിക്കാനാണ്. പിന്നെ എന്തിനാ കോട്ടിടുന്നത്? പിന്നെന്തിനാ സൂട്ടും കോട്ടും ഒക്കെ ധരിക്കുന്നത്? പിന്നെന്തിനാ ടൈ കെട്ടുന്നത്? ഒന്ന് മനസ്സിലാക്ക്. കോളേജിലെ അധ്യാപികമാര് പറയുന്നു, ആണും പെണ്ണും ഒരു വസ്ത്രം ധരിച്ചു ഇവിടെ വന്നാൽ മതി. എല്ലാവരും പെണ്ണുങ്ങൾ, ആൺകുട്ടികൾ പാവാട ധരിച്ചു. എന്നാ ഞാൻ ചോദിക്കട്ടെ, ഈ പറയുന്ന ഈ ചേച്ചിക്ക് അല്ലെങ്കിൽ താത്താക്ക്, ഈ അധ്യാപികയ്ക്ക്
നാളെ മുണ്ടും ഷർട്ടും ഇട്ടുകൊണ്ട് സ്കൂളിൽ പോയാൽ എന്താ പ്രശ്നം? അത് പറ്റൂല. അത് നല്ല കോട്ടൺ സാരിയെ കൊടുത്തേ പോവുള്ളൂ. കുട്ടികൾ എന്ത് വേണം? അവരങ്ങനെ ഒരുപോലത്തെ വസ്ത്രം ധരിച്ചു വന്നാൽ മതി. അപ്പൊ ഒരുപോലത്തെ മൂത്രപ്പുര, ഒരുപോലത്തെ വസ്ത്രം, എല്ലാം ഒരു